ഇന്ന് വേൾഡ് ഗ്ലോക്കോമ വീക്കിൻ്റെ രണ്ടാമത്തെ ദിവസം. അപ്പോൾ നമുക്ക് ആലോചിക്കേണ്ടത് ആർക്കൊക്കെയാണ് ഈ ഗ്ലോക്കോമ വരാനുള്ള സാധ്യത. അതിനകത്ത് സാധാരണ പറയാറുണ്ട് പാരമ്പര്യമായിട്ട് ഈ അസുഖം കിട്ടാറുണ്ടെന്ന്. വീട്ടിലച്ഛനും അമ്മയ്ക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും റെഗുലറായിട്ട് കണ്ണിൻ്റെ പ്രഷർ നോക്കിയിരിക്കണം. മറ്റൊന്നാണ് മറ്റുള്ള അസുഖങ്ങളുടെ കൂടെ വരാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ കൂടെ. മറ്റൊന്ന് സ്റ്റീറോയിഡ് പോലത്തെ ചില മരുന്നുകൾ കഴിക്കുന്നവർക്ക് വരും. ഇപ്പം ഈ സമയത്ത് സാധാരണ ഞാൻ കാണുന്ന ഒരു കാര്യമാണ്, ഇതൊരു അലർജിയുടെ സീസണാണ്. ഈ സമയത്തൊക്കെ കുട്ടികൾ പരീക്ഷയ്ക്കൊക്കെ പോവുക. അപ്പോൾ സാധാരണ നമ്മൾ ചെറിയ സ്റ്റീറോയിഡ് ഡ്രോപ്സ് എങ്ങാൻ പെട്ടെന്നുള്ള കൂടുതലായിട്ട് വരുന്ന അലർജിക്കൊക്കെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലില്ലേ, ആ മരുന്ന് കഴിക്കുമ്പോൾ നല്ല സുഖം എന്ന് പറഞ്ഞ് പലരും അത് വീണ്ടും വീണ്ടും നമ്മളോട് ചോദിക്കാതെ, ഡോക്ടേഴ്സിനെ കാണാതെ, റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യാതെ ഒഴിച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെ IOP കൂടാനും ഗ്ലോക്കോമ വരാനും അതുവഴി കാഴ്ച നഷ്ടപ്പെടാനുള്ള കാരണങ്ങളിൽ ചിലതാണ്.